ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ കേരച്ചൂര കറി വെക്കാൻ പോവുക. നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്ത കേരച്ചൂര. അതിൻ്റെ അകത്ത് വേണ്ട നമ്മൾ തോട്ടുപുളിയൊക്കെ ഇട്ടിട്ട് വെക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. കേരച്ചൂര കറി വെക്കാനായിട്ട് ആദ്യമേ കുറച്ച് കൊച്ചുള്ളി, കുറച്ചധികം കൊച്ചുള്ളി വേണമേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത് നല്ലോണം ചതച്ചെടുക്കണം. നമുക്ക് ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നല്ല രീതിയിൽ ഇതിലിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. നല്ലോണം ചതയ്ക്കണം കേട്ടോ, കുറേശ്ശെ ചതച്ചാൽ മതിയേ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായി. നമ്മൾ കുറച്ച് ഉലുവ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതാണെങ്കിൽ നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ വരെ ആവണം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് ഒരു ബ്രൗൺ കളറിലോട്ട് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് മസാലയെല്ലാം ഇടാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതിത്രയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അത് നല്ലോണം മൂപ്പിക്കണം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവിടം വരെ നമ്മൾ നല്ല രീതിയിൽ അത് ഇളക്കി യോജിപ്പിക്കണം. അത് മൂത്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആദ്യമേ ഒഴിച്ച് ആ മസാലയെല്ലാം ആദ്യമേ ഒന്ന് ആ വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുക. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കേരച്ചൂര കുറേശ്ശെയായി നമ്മൾ പെറുക്കി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത കേരച്ചൂരയെല്ലാം തിളച്ച് വന്നിരിക്കുന്നു. നമുക്കിതൊന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അങ്ങനെ നമ്മുടെ കേരച്ചൂര റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേരച്ചൂരയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരച്ചൂര റെഡി ആയിട്ടുണ്ട്.